നമസ്കാരം സുഹൃത്തുക്കളെ, യാത്രാസ്നേഹിയുടെ പുതിയൊരു ഇൻഫർമേഷൻ അപ്ഡേറ്റ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റ് എടുക്കുന്നതുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ ഇപ്പോൾ മാറ്റങ്ങൾ വന്നിട്ടുണ്ടല്ലേ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കുറേ അപ്ഡേറ്റ്സുകൾ വന്നു. അതുമായി ബന്ധപ്പെട്ട് കുറേ വാദപ്രതിവാദങ്ങളും സ്ട്രൈക്കുകളും പ്രശ്നങ്ങളും എല്ലാം ഉണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഈ ഡ്രൈവിംഗ് ലൈസൻസുമായി ബന്ധപ്പെട്ട പുതിയൊരു മാറ്റമാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്. പലരും ഇത് അനുഭവിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ അറിഞ്ഞിട്ടുണ്ടാവും. എങ്കിലും ഇത് അറിയാതെ പോകുന്ന ആരെങ്കിലുമൊക്കെ യൂട്യൂബും ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും ഒക്കെ കാണുന്നുണ്ടെങ്കിൽ അതുവഴി നമ്മുടെ ചാനൽ വഴി ഈ ഇൻഫർമേഷൻ അവർക്കും കൂടെ എത്തിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് നമ്മൾ ഈ ഇൻഫർമേഷൻ വീഡിയോ ചെയ്യുന്നത്. അപ്പം യാത്രാസ്നേഹി എന്നാണ് നമ്മളുടെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും എല്ലാം ഉള്ള പേര്. അപ്പോൾ ഇത് പേജ് ഫോളോ ചെയ്യാനും, ഫേസ്ബുക്കിലാണെങ്കിൽ നിങ്ങൾ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യാനും, ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും എല്ലാം നമ്മുടെ യാത്രാസ്നേഹി എന്നുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും, നമ്മുടെ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നെങ്കിൽ തീർച്ചയായും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും, അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും എല്ലാം ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. നമ്മൾ രണ്ട് രീതിയിൽ ടൂ വീലർ ലൈസൻസ് എടുക്കാറുണ്ട് അല്ലേ. ടൂ വീലർ ലൈസൻസ് വിത്ത് ഗിയർ വിഭാഗവും ടൂ വീലർ ലൈസൻസ് വിത്തൗട്ട് ഗിയർ വിഭാഗവും. ഇനി ടൂ വീലർ ലൈസൻസ് വിത്ത് ഗിയർ ആണെങ്കിലും വിത്തൗട്ട് ഗിയർ ആണെങ്കിലും നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പം കൈകൊണ്ട് ഗിയർ മാറ്റുന്ന രീതിയിലുള്ള വാഹനങ്ങളാണ് ഉപയോഗിക്കാറുണ്ടായിരുന്നത് അല്ലേ. എന്നാൽ ടൂ വീലർ ലൈസൻസ് വിത്ത് ഗിയർ വിഭാഗത്തിൽ ഇനി അത്തരം കൈകൊണ്ട് പ്രവർത്തിപ്പിക്കുന്ന വാഹനങ്ങൾ ഉപയോഗിച്ച് ടെസ്റ്റ് നടത്താൻ പാടില്ല എന്നതാണ് പുതിയ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ചട്ട ഭേദഗതി വന്നിരിക്കുന്നത്. അതിനുവേണ്ടി കാൽപാദം കൊണ്ട് പ്രവർത്തിപ്പിക്കുന്ന ഗിയറുള്ള വാഹനങ്ങൾ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. 95 cc മുകളിലുള്ള വാഹനങ്ങളെ ഇത്തരത്തിൽ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നും നിയമം പറയുന്നു. അതുകൊണ്ട് ബൈക്കുകളെ ആയിരിക്കും ഇനി ടൂ വീലർ ലൈസൻസ് എടുക്കുന്നതിന് വേണ്ടി, വിത്ത് ഗിയർ വിഭാഗത്തിൽ ടൂ വീലർ ലൈസൻസ് എടുക്കുന്നതിന് വേണ്ടി ആശ്രയിക്കേണ്ടി വരിക. സാധാരണയായിട്ട് എല്ലാ ഡ്രൈവിംഗ് ലൈസൻസ് സ്കൂളുകളും MIT കൈകൊണ്ട് ഗിയർ പ്രവർത്തിപ്പിക്കുന്ന രീതിയിലുള്ള MITകളാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇനി ആ MITകൾ ഉപയോഗിക്കാൻ കഴിയില്ല. വിത്ത് ഗിയർ വിഭാഗത്തിൽ തീർച്ചയായും ബൈക്കുകളാണ് ഉപയോഗിക്കേണ്ടി വരിക. സാധാരണ 8 പോലുള്ള സംവിധാനങ്ങൾ ബൈക്ക് ഉപയോഗിച്ച് കമ്പികളിൽ തട്ടാതെ എടുക്കുന്നത് കുറച്ച് ശ്രമകരമാണ്. താരതമ്യേന MITകളിലാവുമ്പോൾ അത് കുറച്ച് ഈസി ആയിരുന്നു. അതുകൊണ്ട് ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സാവുന്നവരുടെ എണ്ണം വളരെ ചുരുങ്ങിപ്പോകും എന്നൊരു ആരോപണങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ 4 വീലർ ഡ്രൈവ് ലൈസൻസ് ടെസ്റ്റുമായി ബന്ധപ്പെട്ടും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് കുറച്ച് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. 4 വീലർ ഡ്രൈവ് ലൈസൻസ് എടുക്കുന്നവർ ഓട്ടോ ഗിയറുള്ള ട്രാൻസ്മിഷൻ ചെയ്ത വാഹനങ്ങളോ അതുപോലെ ഇലക്ട്രിക് വാഹനങ്ങളോ ഉപയോഗിക്കാൻ കഴിയില്ല എന്നാണ് സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ചട്ട ഭേദഗതി പറയുന്നത്. ഇത്തരം വാഹനങ്ങളിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് എടുത്ത് പാസ്സായവർ മാനുവൽ ഗിയറുള്ള വാഹനങ്ങൾ ഉപയോഗിക്കുമ്പോഴുണ്ടാവുന്ന സുരക്ഷാ പ്രശ്നങ്ങളും റോഡിലുള്ള ആക്സിഡൻറ്റ് സാധ്യതകളും എല്ലാം പരിഗണിച്ചാണ് ഇത്തരം വാഹനങ്ങളിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് എടുക്കാൻ പാടില്ല എന്ന് അവർ ചട്ടം ഭേദഗതി കൊണ്ടുവന്നിരിക്കുന്നത്. ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഒരുപാട് പേർക്ക് ഇത്തരം കാര്യങ്ങൾ അറിയുമായിരിക്കാം. എങ്കിലും അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും കൂടി ഈ വിവരങ്ങൾ ഇൻഫർമേഷൻ എത്തിക്കോട്ടെ എന്ന് കരുതിയാണ് നമ്മൾ ഇത്തരം വീഡിയോകൾ ചെയ്യുന്നത്. അപ്പം മറ്റൊരു ഇൻഫർമേഷൻ അപ്ഡേറ്റ്സുമായി വീണ്ടും കാണാം. യാത്രാസ്നേഹി സൈനിങ് ഔട്ട്. ബൈ.